സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ് നമ്മുടെ എല്ലാവരുടെയും മലയാളത്തിന്റെ ഇതിഹാസം നമ്മുടെ എല്ലാവരുടെയും മമ്മൂക്ക. മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ അവാർഡ് ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ മമ്മൂക്കയ്ക്ക് റിപ്പബ്ലിക് ദിനത്തിൽ കൊടുക്കുന്ന ഒരു അവാർഡായിട്ടുള്ള പത്മഭൂഷൺ അവാർഡ് മമ്മൂക്കയ്ക്ക് ലഭിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമുക്കറിയാം 1998 ശേഷം മമ്മൂക്കയ്ക്ക് രാജ്യം നൽകുന്ന ഒരു ബഹുമതി എന്ന് പറയുന്നത് കിട്ടുന്നത് 2026-ലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 98 ശേഷം ഇപ്പോഴാണ് മമ്മൂക്കയ്ക്ക് ഈ പറയുന്ന ഒരു അവാർഡ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു ബഹുമതി ലഭിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മമ്മൂക്ക ഇത്രയും കാലം പങ്കുവെച്ചിട്ടുള്ള അവിസ്മരണീയമായിട്ടുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കൂട്ടം എന്നല്ല, ഒരുപാട് അനേകം കഥാപാത്രങ്ങളുണ്ട്. അത് പല സിനിമകളിൽ കൂടിയും പല കഥാപാത്രങ്ങളിൽ കൂടിയും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത, മലയാളികളുടെ നെഞ്ചിൽ എപ്പോഴും ഒരു ഇടം പിടിച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളാണ് മമ്മൂക്ക നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്കയെ വേണ്ട രീതിയിൽ കേന്ദ്രം പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ സിനിമാ ലോകം പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അവാർഡ് നൽകുന്ന ജൂറികൾ പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത് നമ്മളതെല്ലാം കണ്ടതാണ്. കേരളം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മമ്മൂക്കയ്ക്ക് അവാർഡ് നൽകുന്നതെന്നും കേന്ദ്രം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മമ്മൂക്കയെ വിലയിരുത്തുന്നതെന്നും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. നമുക്കറിയാം ദാദാ സാഹേബ് ഫാൽക്കെ, ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിച്ച സമയത്ത്, അല്ലെങ്കിൽ മോഹൻലാലിന് നൽകിയ സമയത്ത് ഒരുപാട് ആളുകൾ പറയുകയുണ്ടായി മോഹൻലാൽ സംഘികളുടെ അടിമയായതുകൊണ്ടാണ് മോഹൻലാലിന് ഈ ഒരു അവാർഡ് കിട്ടിയെന്നുള്ളത്. നമ്മളും അത് പറയുകയുണ്ടായി. കാരണം സംഘികളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ആ ഒരു അവാർഡ് കിട്ടൂ എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എത്രയൊക്കെ അഭിനയങ്ങൾ കാഴ്ചവെച്ചാലും എത്രയൊക്കെ മിടുക്കനായിരുന്നാലും ആ ഒരു അവാർഡ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കേ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു ധാർഷ്ട്യം സംഘികൾക്കിടയിലുണ്ടായിരുന്നു. അത് ക്രിസംഗി ആയിക്കോട്ടെ, മുസംഗി ആയിക്കോട്ടെ, സംഘി ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, അവരുടെ ഉള്ളിലുള്ള വിചാരം അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന ഒരു അവാർഡാണ് പത്മഭൂഷൺ എന്ന് പറയുന്നത്. അതിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു അവാർഡ് 3 തരത്തിൽ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു അവാർഡ്, പത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയും, ഭൂഷൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാരവുമാണ്. അങ്ങനെ താമര അലങ്കാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു അവാർഡ് എന്നാണ് വിക്കിപീഡിയ പറയുന്നത് കേട്ടോ. ഞാനല്ല, അങ്ങനെയാണ് വിക്കിപീഡിയ പറയുന്നത്. അപ്പം അങ്ങനെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ രാഷ്ട്രപതി ഈ അവാർഡ് ദാനം നൽകുന്ന ഒരു കാര്യമുണ്ട്. അപ്പം മമ്മൂക്ക സംസ്ഥാന അവാർഡ് വാങ്ങാനായിട്ട്, അതായത് മികച്ച നടനുള്ള അവാർഡ് വാങ്ങാനായിട്ട് ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ സമയത്താണ് ഈ ഒരു അവാർഡിനെ പറ്റിയും അറിയുന്നത്. അതിൽ നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പറയുന്നുണ്ട്, ഒരുപാട് നാളുകൾ കാത്തിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് തലമുറകൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവാർഡ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെയധികം നീണ്ട കാലങ്ങൾക്ക് ശേഷം മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ഒരു രാജ്യത്തിൻ്റെ അംഗീകാരമാണ് ഇന്ന് നമ്മൾ കാണുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സത്യം അത് തന്നെയായിരുന്നു. അതായത് ഒരുപാട് കാലം പിന്നിട്ടിട്ടും മമ്മൂക്കയെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ കേന്ദ്രം തഴഞ്ഞിടുകയായിരുന്നു. എന്നാൽ ഇന്ന് അത് പരിഗണിക്കാതെ നിവർത്തിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുത്ത് ആചരിക്കുകയും ചെയ്തു. ഈ ഒരു അവാർഡ് മമ്മൂക്കയ്ക്ക് അർഹിക്കുന്നുണ്ടോ? മമ്മൂക്ക ഈ അവാർഡിന് അർഹനാണോ? തീർച്ചയായിട്ടും. ഇത് ഇന്ന് കിട്ടേണ്ട അവാർഡല്ല, മമ്മൂക്കയ്ക്ക് മുന്നേ കിട്ടേണ്ട അവാർഡാണ്. ഇന്നിപ്പോൾ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡ് വാങ്ങാനായിട്ട് മമ്മൂക്ക എത്തിയതെങ്കിൽ ഇപ്പോൾ ദാ മമ്മൂക്കയെ തേടി എത്തിയിരിക്കുന്ന വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ബഹുമതിയാണ്, അല്ലെ രാജ്യത്തിൻ്റെ അംഗീകാരമാണ്. മമ്മൂക്ക തന്നെ പറയുന്നുണ്ട്, രാജ്യത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം അതിനേക്കാൾ അപ്പുറം വേറെ ഒന്നുമില്ല എന്നുള്ളത് മമ്മൂക്ക പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മമ്മൂക്കയെ പറ്റി പിണറായി വിജയൻ സഖാവ് പറയുന്നൊരു കാര്യം കേട്ടു നോക്കാം. അതായത് രാജ്യം പത്മഭൂഷൺ നൽകി മമ്മൂട്ടിയെ ആദരിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും നൽകിയത് സന്തോഷകരമായ കാര്യം എന്നാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്. പിണറായി വിജയൻ സഖാവ് അതിനോടൊപ്പം തന്നെ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഒരുപാട് തവണ ശുപാർശ ചെയ്തുവെങ്കിലും ഇപ്പോഴാണ് നമ്മുടെ ഈ ഒരു അവാർഡിന് മമ്മൂക്കയെ പരിഗണിക്കുന്നതെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. നമുക്ക് ആ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. 2024 മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിന്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ്. ഭ്രമയുഗം എന്ന സിനിമയിലെ അവിസ്മരണീയമായ പ്രകടനമാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിന്റെ മ്യൂസിയം പ്രത്യേക പ്രദർശനത്തിനായി തെരഞ്ഞെടുത്ത ഏക ഇന്ത്യൻ സിനിമയാണ് ഭ്രമയുഗം. അടുത്ത മാസം 12-ന് ലോസ് ആഞ്ചലസിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അത് മമ്മൂട്ടി മലയാളികൾക്ക് നൽകുന്ന മറ്റൊരു അഭിമാന നിമിഷമാവും. ഇവിടെ നേരത്തെ സാംസ്കാരിക മന്ത്രി പങ്കുവച്ച സന്തോഷം നമുക്കെല്ലാവർക്കും ഈ ഘട്ടത്തിൽ ഒന്നുകൂടി പങ്കുവെക്കാം. അദ്ദേഹത്തെ
പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് ഇപ്പോഴെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഈ ശുപാർശ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പത്മഭൂഷൺ മമ്മൂട്ടിക്ക് നൽകണം എന്ന ശുപാർശ. എല്ലാറ്റിനും അതിൻ്റെതായ കാലമുണ്ടല്ലോ. ഏതായാലും ഇപ്പോ അത് നൽകി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തെ നമുക്ക് ഹാർദമായി അഭിനന്ദിക്കാം. കണ്ടില്ലേ? അതിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിന് കൃത്യമായിട്ടുള്ള സമയം വന്നത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. അവിടെ മമ്മൂക്കയ്ക്ക് ഈ ഒരു അവാർഡ് നിശ്ചയിക്കുമ്പോൾ, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ഈ ഒരു അവാർഡ് ഉണ്ടെന്ന് അറിയുമ്പോൾ മമ്മൂക്കയുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമുക്കറിയാം, മമ്മൂക്ക ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുന്ന അഭിനയിക്കുന്നതൊന്നും ഒരു അവാർഡിന് വേണ്ടിയിട്ടോ ഒരു ബഹുമതിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. അയാളുടെ ഉള്ളിലുള്ളൊരു ഭ്രാന്തനെ ഉറക്കിക്കെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ഭ്രാന്തനെ അങ്ങോട്ട് അടക്കിയിരുത്താൻ വേണ്ടിയിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. എന്താണ് ആ ഭ്രാന്ത്? സിനിമയാണ് ആ ഭ്രാന്ത്. ഏതാണ് ആ ഭ്രാന്തൻ? സിനിമയുടെ അഭിനിവേശമുള്ള ഒരു ഭ്രാന്തനാണ് അയാളുടെ ഉള്ളിലുള്ളത്. അതൊരു പക്ഷേ ഒരു ചാത്തനാവാം, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനമാവാം. ഈ രണ്ടിനെയും എന്താണെങ്കിലും അതിനെയെല്ലാം സംതൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സിനിമ ചെയ്തേ പറ്റുള്ളൂ. സിനിമയിൽ അവസരങ്ങൾ ഇല്ലാതെ ഇരിക്കില്ല. മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ തേടിയെത്തും. മമ്മൂക്ക ഇരിക്കുന്നിടത്തല്ല, മമ്മൂക്ക നിൽക്കുന്നിടത്തായിരിക്കും ആൾക്കൂട്ടം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും കാലം വൈകി മമ്മൂക്കയ്ക്ക് ഈ ഒരു അവാർഡ് നൽകാൻ? കാരണം മമ്മൂക്കയുടെ രാഷ്ട്രീയം, മമ്മൂക്കയുടെ നിലപാട്, മമ്മൂക്കയുടെ മതം, മമ്മൂക്കയുടെ ജാതി, ഇതെല്ലാം ഒരു പ്രശ്നം തന്നെയാണ്. ജാതി ഒരു പ്രശ്നമല്ലെങ്കിലും മമ്മൂക്കയുടെ മതം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, സംഘികൾ, ക്രിസംഘികൾ, എല്ലാ സംഘികളും വിചാരിക്കുന്നത്, ക്രിസംഘികൾ വേണ്ട, സംഘികൾ വിചാരിക്കുന്നത് ഈ കേരളത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തണം. കേരളത്തിൽ അതിന് വേണ്ടിയിട്ട് നല്ലൊരു രീതിയിൽ വേരോടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തുമ്പോൾ അവിടെ അടി കിട്ടാൻ പോകുന്ന ആർക്കൊക്കെയാണ്? ഹിന്ദു അല്ലാത്ത മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്. ഫസ്റ്റ് മുസൽമാൻ, സെക്കൻഡ് ക്രിസംഘികൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ. പക്ഷേ സംഘികൾക്കൊപ്പം ക്രിസംഘികളും ഉണ്ടെന്നുള്ളത് കൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. അവരെ എവിടെ കണ്ടാലും അടിച്ചു കൊല്ലുക എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടും അങ്ങനെ ഉള്ളത് കൊണ്ടും തന്നെയാണ് മമ്മൂക്കയെ ഇത്രയും കാലം പരിഗണിക്കാതെ മമ്മൂക്കയെ തഴഞ്ഞിട്ടിരുന്നത്. സംഘികളുടെ വലിയ രീതിയിലുള്ളൊരു കടന്നുകയറ്റവും സംഘികളുടെ വലിയ രീതിയിലുള്ളൊരു കളിയും ഈ കാര്യത്തിൽ നമുക്ക് നേടിച്ച് കാണാൻ സാധിക്കും. എന്തു തന്നെയാണെങ്കിലും അർഹതയ്ക്കുള്ള അംഗീകാരം കാലം എത്ര മൂടി വെച്ചാലും, എത്ര കാതങ്ങൾ പിന്നിട്ടിട്ടാണെങ്കിലും അത് എത്തേണ്ട കരങ്ങളിൽ തന്നെ എത്തുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മളിപ്പോൾ കാണുന്നത്. മമ്മൂക്കയെ തേടിയെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ ഒരു വലിയൊരു ബഹുമതി. അങ്ങനെ മമ്മൂക്ക ഇപ്പോൾ പത്മഭൂഷൺ അവാർഡിനും വിധേയൻ, അല്ലെങ്കിൽ ആ ഒരു അവാർഡിനും അർഹനായിരിക്കുകയാണ്. അതെന്തായാലും ഉടനെ തന്നെ മമ്മൂക്കയുടെ കൈകളിലേക്ക് എത്തും. നമുക്കറിയാം, ഈ സംസ്ഥാന അവാർഡ് വാങ്ങാനായിട്ട് മമ്മൂക്ക എത്തിയ ലുക്ക്, ഞാൻ ആ വീഡിയോ നിങ്ങളത് കാണിച്ചു തരാം. കോട്ടയം കുഞ്ഞച്ചൻ്റെ ലുക്കിലാണ് മമ്മൂക്ക എത്തുന്നത്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. കണ്ടില്ലേ സുഹൃത്തുക്കളെ, മമ്മൂക്ക ആ ഒരു സിനിമയിലെ ആ കഥാപാത്രത്തിൻ്റെ ഏത് വേഷമായിരുന്നോ അതേ രീതിയിൽ തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അതായത് കോട്ടയം കുഞ്ഞച്ചൻ എന്നുള്ള രീതിയിൽ തന്നെ മമ്മൂക്ക അവിടെ എത്തിയിട്ടുണ്ട്. ആ മമ്മൂക്കയുടെ വരവ്, ആ മമ്മൂക്കയുടെ ആ രൂപം, മമ്മൂക്കയുടെ ആ ഡ്രസ്സിങ് സെൻസ്, അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് മാത്രം ലുക്ക് കാണിച്ചുകൊണ്ട് വരണമെന്നൊന്നും മമ്മൂക്കയ്ക്കില്ല. സിമ്പിളായിട്ട് വന്നു കഴിഞ്ഞാലും മമ്മൂക്ക ലുക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവാർഡ് വാങ്ങാനായിട്ട് മമ്മൂക്ക എത്തിയിരിക്കുന്ന ഒരു ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. മമ്മൂക്ക ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു, കലാപരമായും സാമ്പത്തികമായും. പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്.
എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയും ഒന്നും എന്നെക്കാൾ ഒരു മില്ലിമീറ്ററിന്റെ ഒരു ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തതായ കൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാന്ന് തോന്നുന്നു. കണ്ടില്ലേ, ആ ഒരു അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അസാമാന്യമായിട്ടുള്ളൊരു കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അദ്ദേഹം പറയുന്നത് എന്നൊപ്പം അവാർഡ് കിട്ടി, എനിക്കൊപ്പം അവാർഡ് കിട്ടിയ ആസിഫും അതേപോലെ തന്നെ മറ്റുള്ളവരുമൊക്കെ എന്നേക്കാൾ ഒരു തെല്ലിട, അതായത് ആസിഫും ടോവിനോയും ഒക്കെ എന്നേക്കാൾ ഒരു തെല്ലിട പോലും താഴെയല്ല, അവരൊക്കെ എന്നോടൊപ്പം തന്നെയാണ്, എനിക്ക് കുറച്ച് പ്രായം മൂത്തത് കൊണ്ട് എനിക്ക് കിട്ടി എന്നുള്ളതേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക പറയുന്നത്. അങ്ങനെയാണോ ശരിക്കും അവാർഡ് കിട്ടിയത്? ഒരിക്കലുമല്ല. മമ്മൂക്കയ്ക്ക് കിട്ടിയ അംഗീകാരം മമ്മൂക്കയുടെ ആ കഴിവിന് കിട്ടേണ്ട അംഗീകാരം തന്നെയാണ്. പക്ഷെ അത് കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം. ഈ ഒരു പ്രായത്തിൽ 74-ാമത്തെ വയസ്സിലാണ് മമ്മൂക്കയ്ക്ക് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. പക്ഷേ അത് എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് അത് വേണ്ടിയിരുന്നു, അനിവാര്യമായ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം മമ്മൂക്കയെ കളിയാക്കിക്കൊണ്ട് ക്യാമിയോ റോളിൽ വന്നപ്പോഴും അതിനല്ലാതെയും ഒക്കെ മമ്മൂക്കയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഇരിക്കുമ്പോൾ ഈ ഒരു അവാർഡിന് ഒരുപാട് വിലയുണ്ട്. ഈ ഒരു അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടിയില്ലെങ്കിലും മമ്മൂക്ക ഇവിടെ തന്നെ കാണും, ഇനിയും അങ്ങോട്ടുണ്ടാവും. മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയത് കൊണ്ട് ഒരു ബഹുമതി കൂടി കിട്ടി എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അതും രാജ്യം നൽകിയൊരു ബഹുമതി. എന്ത് പറ്റിയോ എന്തോ നിർബന്ധിതമായിട്ടാണെങ്കിലും ഈ ഒരു അവാർഡ് നൽകിയ അല്ലെങ്കിൽ ഒരു ബഹുമതി നൽകിയ രാജ്യത്തിന് ഒരുപാട് കൂപ്പുകൈ. കാരണം ഇത്രയും നാളായിട്ട് തഴഞ്ഞിട്ടൊരു മനുഷ്യനെ, അയാളുടെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും അയാളുടെ മറ്റുള്ള എല്ലാ കാര്യവും നിലപാടുകളുടെയൊക്കെ പേരിൽ തഴഞ്ഞിട്ടൊരു മനുഷ്യനെ ഇന്നെങ്കിലും നിങ്ങളൊന്ന് പരിഗണിച്ചല്ലോ, ഈ റിപ്പബ്ലിക് ദിനത്തിലെങ്കിലും നിങ്ങളൊന്ന് ഓർത്തല്ലോ. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് യുഗം, ഒരുപാട് കാലം, ഒരുപാട് കാലങ്ങൾ പോകാനായിട്ട് മമ്മൂക്കയ്ക്ക് സാധിക്കട്ടെ, അത് കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.